നമുക്കറിയാം PSCയുടെ ഏതൊരു എക്സാം എടുത്താലും അതിലൊരു ഇമ്പോർട്ടന്റ് പോർഷനാണ് ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഭരണഘടന നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു 10 മിനിറ്റിൽ നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് ഈ ക്ലാസ്സിലൂടെ നോക്കാം. അപ്പോ ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റി പറയുമ്പോൾ ആദ്യം ഈ ഒരു ആശയം മുൻപോട്ട് വെച്ചത്, ഭരണഘടനാ നിർമ്മാണ സഭ ഉള്ള ആശയം ആദ്യമായി മുൻപോട്ട് വെച്ചത് MN റോയ് ആണ്. 1934 MN റോയ് ആണ് ഈ ഒരു ആശയം ആദ്യമായിട്ട് മുൻപോട്ട് വയ്ക്കുന്നത്. രണ്ടാമത്തത്, ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ബ്രിട്ടനിൽ നിന്ന് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ഇനി ഇത് രൂപീകരിച്ച തീയതി 6 ഡിസംബർ 1946. ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 6 ഡിസംബർ 1946. ഓക്കെ, അപ്പൊ ഈ തീയതിയിലാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആദ്യമായിട്ട് രൂപീകരിച്ചത്. അടുത്തത്, ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ മൊത്തം അംഗബലം, ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 389 ആണ്. 389. ഇതില് 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നാണ്. ബ്രിട്ടീഷ് ഇന്ത്യ, അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും. ബാക്കി 93 പേര് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അഥവാ നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ് ഉള്ളത്. ഇതില് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാവരും തെരഞ്ഞെടുക്കപ്പെടുന്നവരായിരിക്കും. അതേപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളവര് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് ഹാഫ് ഇലക്ടഡ് അല്ലെങ്കിൽ പാർട്ട്ലി ഇലക്ടഡ് പാർട്ട്ലി നോമിനേറ്റഡ് ബോഡിയാണ്. പകുതി തെരഞ്ഞെടുക്കപ്പെട്ടതും പകുതി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ബോഡിയുമാണ്. ഓക്കെ, ഇനി ഈ ഇലക്ഷൻ നടന്നു. ഈ ഒരു 296 സീറ്റ്സിന് വേണ്ടിയുള്ള ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനിൽ 208 സീറ്റ് കോൺഗ്രസ് പാർട്ടിയാണ് നേടുന്നത്. കോൺഗ്രസ് പാർട്ടി. ബാക്കി 73 സീറ്റുകൾ മുസ്ലിം ലീഗും നേടി. ബാക്കി 15 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പാർട്ടികളും നേടി. ഇങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നത്. അങ്ങനെ അന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളും ഉണ്ടായിരുന്നു, 2 പേര് ഒഴിച്ച്. ആ ഭരണഘടനയിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇല്ലാത്ത 2 പേരാണ്. ഒന്ന് മഹാത്മാഗാന്ധിയും 2 മുഹമ്മദ് അലി ജിന്ന. ഈ 2 പേരും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ടോട്ടൽ സ്ട്രെങ്തിനെ പറ്റിയുള്ള കാര്യം. പിന്നീട് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വെവ്വേറെ രൂപീകരിച്ചപ്പോ, പാർട്ടീഷന് ശേഷം വെവ്വേറെ രൂപീകരിച്ചപ്പോ ഇതിന്റെ മൊത്തം സ്ട്രെങ്ത് എന്നുള്ളത് 299 മാറി. ഓക്കെ, ഇത് 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ പാകിസ്ഥാനായിട്ട് വിഭജിക്കപ്പെട്ടതിന് ശേഷം, വിഭജനത്തിന് ശേഷമാണ്, ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷമാണ് പിന്നീട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ട്രെങ്ത് 299 മാറി. ഓക്കെ, അപ്പൊ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ മീറ്റിംഗിനെ പറ്റിയാണ്. ഇതിന്റെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് 9th ഡിസംബർ 1946 1946 ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ് നടന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ. നമുക്കറിയാം, നേരത്തെ പറഞ്ഞത് രൂപീകരിച്ചത് എന്നാണ് 6 അല്ലെ? അത് കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷമാണ് ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിംഗില് ആദ്യമായിട്ട് അവിടെ ഒരു താൽക്കാലിക അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നുണ്ടായി. ടെമ്പററി ചെയർമാൻ, താൽക്കാലിക അധ്യക്ഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, ഫ്രഞ്ച് പ്രാക്ടീസ് ആണ് ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അന്ന് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ, അതായത് ടെമ്പററി ചെയർമാൻ ആയിട്ട് തെരഞ്ഞെടുത്തു. അടുത്ത കാര്യം, ഡിസംബർ 11 പിന്നെ 2 ദിവസത്തിന് ശേഷം ആദ്യത്തെ ചെയർമാൻ, സ്ഥിരമായിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് ചെയർമാനെ തെരഞ്ഞെടുത്തു. ഫസ്റ്റ് ചെയർമാൻ അല്ലെങ്കിൽ ആദ്യത്തെ അധ്യക്ഷൻ അതാരാന്ന് നമുക്ക് നോക്കാം. അതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിന്നീട് ഭാരതത്തിലെ ആദ്യത്തെ പ്രസിഡന്റ് ആയി, അല്ലെ? അടുത്തത് ഫസ്റ്റ് വൈസ് ചെയർമാൻ. അതിന്റെ ഒപ്പം തന്നെ തെരഞ്ഞെടുത്താണ് വൈസ് ചെയർമാൻ HC മുഖർജി ആയിരുന്നു ആദ്യത്തെ വൈസ് ചെയർമാൻ. അപ്പൊ ആദ്യത്തെ ചെയർമാൻ, അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് HC മുഖർജിയുമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ, ഭരണഘടനാ ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു അന്ന്. അത് തെരഞ്ഞെടുത്തത് സർ BN റാവു ആണ്. BN റാവു വളരെ ഇമ്പോർട്ടന്റ് ആണ്. BN റാവു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിട്ട് ആ
ഭരണഘടനാ നിർമ്മാണ സഭ തെരഞ്ഞെടുത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യത്തെ മീറ്റിംഗിന് അനുബന്ധിച്ചുള്ള കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ. അടുത്തത്, ആദ്യമായിട്ട് ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അസംബ്ലിയെ അഡ്രസ് ചെയ്ത് സംസാരിച്ച വ്യക്തി, അതായത് ആദ്യമായി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ സംസാരിച്ച വ്യക്തി ജെ.ബി. കൃപലാനിയാണ്. ജെ.ബി. കൃപലാനിയെ പറ്റി രണ്ട് കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. ഒന്ന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഉള്ള കോൺഗ്രസ് അധ്യക്ഷൻ ജെ.ബി. കൃപലാനി ആയിരുന്നു. അതുപോലെ തന്നെ ആദ്യമായി പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതും ജെ.ബി. കൃപലാനിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹത്തെ കുറിച്ച് ശ്രദ്ധിക്കണം. ഇനി നമ്പർ ഓഫ് പേഴ്സൺസ് അറ്റൻഡഡ്, ആദ്യമായിട്ട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത വ്യക്തികളുടെ എണ്ണം. ലോക്സഭാ റെക്കോർഡിലെല്ലാം 207 പേര് സൈൻ ചെയ്തു എന്ന് പറഞ്ഞു കിടക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ബുക്സ്, ലക്ഷ്മികാന്ത് പോലുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ബുക്സിലെല്ലാം 211 ആണ്, 211 കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഓപ്ഷനിൽ വരാറ്. ഏതെങ്കിലും ഒന്ന് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കുക. ഓക്കെ, ലോക്സഭാ റെക്കോർഡ്സിൽ 207 പേര് സൈൻ ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ബാക്കിയുള്ള റെക്കോർഡ്സിലെല്ലാം 211 എന്ന് കിടക്കുന്നുണ്ട്. അതൊരു ഇത്തിരി കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത്, പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളെ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിലൊന്ന് സെക്രട്ടറി ജനറൽ ആണ്. സെക്രട്ടറി ജനറൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ജനറൽ അത് H.V.R. അയ്യങ്കാർ ആണ്. H.V.R. അയ്യങ്കാർ. അതേപോലെ തന്നെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത്, ചീഫ് ഡ്രാഫ്റ്റ്മാൻ എന്ന പദവിയിലിരുന്നത് S.N. മുഖർജിയാണ്. നേരത്തെ നമ്മൾ വൈസ് പ്രസിഡന്റ് ആരാണെന്ന് പഠിച്ചിരുന്നു? ഉപാധ്യക്ഷൻ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഉപാധ്യക്ഷൻ H.C. മുഖർജി ആയിരുന്നു. H.C. മുഖർജി. ഇത് S.N. മുഖർജിയാണ്. S.N. മുഖർജി. ചീഫ് ഡ്രാഫ്റ്റ്മാൻ എന്ന് പറയുന്നത് S.N. മുഖർജിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക, നേരത്തെ പഠിച്ചതിന്റെ ഒപ്പം. അടുത്തത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതായത് ലക്ഷ്യപ്രമേയം ആദ്യമായി അവതരിപ്പിച്ചത് 13 ഡിസംബർ 1946. ഡിസംബർ 13, 1946. ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവതരിപ്പിച്ച തീയതിയാണ്. ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ മൂവ് ചെയ്ത തീയതിയാണ് 13 ഡിസംബർ 1946. ഇനി ഇത് ആരാണ് അവതരിപ്പിച്ചത്? അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ഇത് ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഇനി ഇത് ഐകകണ്ഠേന എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എല്ലാവരും ഇത് അഡോപ്റ്റ് ചെയ്തു. ഐകകണ്ഠേന ഇത് അഡോപ്റ്റ് ചെയ്ത തീയതി അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത തീയതിയാണ് 22 ജനുവരി 1947. എല്ലാവരും ഐകകണ്ഠേന ഇത് അംഗീകരിച്ച തീയതിയാണ് 22 ജനുവരി 1947. ഓക്കെ, അടുത്ത വർഷം ജനുവരി 22 ഇത് അംഗീകരിച്ചു. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആവണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഇതിന്റെ മോഡിഫിക്കേഷൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ഇന്നത്തെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം, അതായത് പ്രിയാമ്പിൾ. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഈ മൂന്ന് കാര്യങ്ങളും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഭരണഘടനാ നിർമ്മാണ സഭ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കും. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റോട് ചേർന്ന് പാസ്സാക്കുന്നതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഈ ആക്ടിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു സർവാധികാരമുള്ള ഒരു ബോഡിയായിട്ട് മാറി, ഒരു സോവറിൻ ബോഡിയായിട്ട് മാറി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അന്ന് ഇതിന് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടായി, രണ്ട് പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്, കടമകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് നമുക്കറിയാം, നേരത്തെ തീരുമാനിച്ച പോലെ ഭരണഘടനാ നിർമ്മാണമാണ്. രണ്ടാമത്തത് നിയമനിർമ്മാണമാണ്. രാജ്യത്തുള്ള സാധാരണ നിയമങ്ങൾ, ഓർഡിനറി ലോസ് നിർമ്മിക്കേണ്ട ഒരു ബോഡിയായിട്ട് മാറി. അപ്പൊ ഭരണഘടന നിർമ്മിക്കാനായിട്ട് ചേരുമ്പോൾ ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അറിയാവുന്ന ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. അതേസമയം നിയമനിർമ്മാണത്തിന് വേണ്ടി ചേരുമ്പോൾ ഇതിന്റെ അധ്യക്ഷനായിട്ട് ആക്ട് ചെയ്യുന്നത് G.V. മൗലാങ്കർ ആയിരുന്നു. G.V. മൗലാങ്കർ. ശേഷം പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യാനന്തരം പാർലമെന്റ് വന്നപ്പോൾ ആദ്യത്തെ സ്പീക്കർ ആയതും G.V. മൗലാങ്കർ ആണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ രണ്ട് ബോഡിയായിട്ട് ചേരുമായിരുന്നു. ഭരണഘടന നിർമ്മിക്കാൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയായിട്ട് ചേരുമ്പോൾ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനാവും, ചെയർമാനാവും. നിയമ നിർമ്മാണത്തിന് വേണ്ടി ചേരുമ്പോൾ G.V. മൗലാങ്കർ ആയിരുന്നു അധ്യക്ഷൻ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വെക്കാം. ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണവും നിയമനിർമ്മാണവും അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചെയ്തിട്ടുണ്ട്. അതെന്തെല്ലാമാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ കാര്യം, കോമൺവെൽത്ത് അംഗത്വം അംഗീകരിച്ചു. അതായത് കോമൺവെൽത്ത് രാജ്യങ്ങളുണ്ട്, മുമ്പ് ബ്രിട്ടൻ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ബ്രിട്ടന്റെ കീഴിലായിരുന്ന രാജ്യങ്ങളാണ് കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. ആ രാജ്യങ്ങളുടെ അംഗത്വം അംഗീകരിച്ചത് ആദ്യമായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ്. അത് മെയ് 1949 ആണ് ഈ ഒരു കോമൺവെൽത്ത് അംഗത്വം അംഗീകരിക്കുന്നത്. അടുത്തത് നാഷണൽ ഫ്ലാഗ്, നമ്മുടെ ത്രിവർണ പതാക അംഗീകരിച്ചത്, അതും
തെരഞ്ഞെടുത്തോ അംഗീകരിച്ചതും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ്. ആ തീയതി എന്ന് പറയുന്നത് 22 ജൂലൈ 1947. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തീയതി ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കാരണം നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ചെങ്കോട്ടയിൽ നമ്മൾ ത്രിവർണ്ണ പതാക ഉയർത്തി അല്ലെ. അപ്പൊ അതിനു മുമ്പ് എന്തായാലും ആ പതാക എന്ത് ചെയ്തിരിക്കണം, തെരഞ്ഞെടുത്ത് അംഗീകരിച്ചിരിക്കണം. അതുകൊണ്ട് അതിനു മുമ്പുള്ള തീയതി ആയിരിക്കും എപ്പോഴും ഇത്, ഈ 22 ജൂലൈ. ഇത് ഒരിക്കലും മറക്കരുത്. ഓക്കെ. അതിനുശേഷമുള്ളതാണ് നാഷണൽ ആന്തം. നാഷണൽ ആന്തം ഏതാണ്? ജനഗണമന. അതേപോലെ നാഷണൽ സോങ് വന്ദേ മാതരം. പിന്നെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇത് മൂന്നും നമ്മൾ എന്നാണ് അംഗീകരിച്ചത്, അല്ലെങ്കിൽ ഇത് മൂന്നും അംഗീകരിച്ചതും തെരഞ്ഞെടുത്തതും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ്. ഇത് മൂന്നും ഒരൊറ്റ തീയതിയിലാണ് ഇവര് അംഗീകരിച്ചത്. അതായത് 24 ജനുവരി 1950. ഓക്കെ. അതായത് റിപ്പബ്ലിക് ദിനത്തിന് 2 ദിവസം മുന്നേ, ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിന്, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് 2 ദിവസം മുന്നേ, 24 ജനുവരി 1950. ഈ തീയതിയിലാണ് ഈ 3 കാര്യങ്ങൾ, നാഷണൽ ആന്തം, നാഷണൽ സോങ്, അതേപോലെ തന്നെ ആദ്യത്തെ പ്രസിഡന്റ്, ഈ 3 കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ചത് ഈ ഒരു തീയതിയിലാണ്. ഓക്കെ. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ, അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ച മറ്റൊരു കാര്യമാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ. ഇതും അന്ന് അവർ തെരഞ്ഞെടുത്തിരുന്നു. അത് ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് തെരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുത്ത തീയതി 14 സെപ്റ്റംബർ 1949. 14 സെപ്റ്റംബർ 1949 ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് തെരഞ്ഞെടുത്തത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അതുകൊണ്ട് തന്നെ ആ ദിവസം നമ്മൾ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു? ഹിന്ദി ദിവസ്, നാഷണൽ ഹിന്ദി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്, വേൾഡ് ഹിന്ദി ഡേ അല്ലെങ്കിൽ വിശ്വ ഹിന്ദി ദിവസ് എന്ന് പറയുന്നത് ഏത് ദിവസമാണെന്ന്, അത് വേറെ ദിവസമാണ്. അത് ജനുവരി 10 ആണ്. ജനുവരി 10 വിശ്വ ഹിന്ദി ദിനം അല്ലെങ്കിൽ വേൾഡ് ഹിന്ദി ഡേ എന്ന് അറിയപ്പെടുന്നത് ജനുവരി 10. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1975 വേൾഡ് ഹിന്ദി കോൺഫറൻസ്, ഫസ്റ്റ് വേൾഡ് ഹിന്ദി കോൺഫറൻസ് നടന്നത്, അതിന്റെ ഒരു മെമ്മറൈസ് ചെയ്യാനായിട്ട്, കോമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനുവരി 10 വേൾഡ് ഹിന്ദി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നാഷണൽ ഹിന്ദി ഡേ ആണ് എന്ത്, സെപ്റ്റംബർ 14 ആയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന നിർമ്മിക്കാനെടുത്ത സമയം. ആ സമയം എന്ന് പറയുന്നത് 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസമാണ്. ഇത് കൂടുതലായിട്ട് ചോദിക്കാറുള്ളതാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, ഏകദേശം ചെലവായ രൂപ എന്ന് പറയുന്നത് 64 ലക്ഷമാണ്. 64 ലക്ഷം രൂപയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാനായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് ചെലവാക്കിയ തുക. ഓക്കെ. അപ്പൊ ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞു മൊത്തം അംഗങ്ങളുടെ എണ്ണം 389 ആണെന്ന്. 389. എന്നാൽ വിഭജനത്തിന് ശേഷം, പാർട്ടീഷന് ശേഷം അല്ലെങ്കിൽ വിഭജനത്തിന് ശേഷം 2 മാറി. 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടു. ഒന്ന് ഭാരതത്തിന്റെയും മറ്റേത് പാകിസ്ഥാന്റെയും. ആ സമയത്ത് മൊത്തം അംഗങ്ങളുടെ എണ്ണം 299 കുറഞ്ഞു. ഓക്കെ. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഈ 389 മൊത്തം വനിതകളുടെ എണ്ണം എന്ന് പറയുന്നത് 17 ആയിരുന്നു. 17. ഈ നമ്പർ മറക്കരുത്. അതുപോലെ തന്നെ മൊത്തം മലയാളികളുടെ എണ്ണം അതും 17 ആണ്. ഇത് രണ്ടും 17 ആണ്. വനിതകളും മലയാളികളും 17 ആണ്. ഓക്കെ. ക്ലിയർ അല്ലേ? ഇനി മലയാളികൾ 17 പേരുണ്ടെന്ന് പറഞ്ഞു. അതിൽ വനിതകൾ 3 പേരായിരുന്നു. അതിൽ 3 വനിതകളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. 17 മലയാളികൾ, അതിൽ 3 വനിതകൾ. ക്ലിയർ ആണല്ലോ? 17 മലയാളികളാണെന്ന്. ആ 17 മലയാളികൾ 3 വനിതകൾ. 3 വനിതകൾ ആരെല്ലാമാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ആനി മാസ്ക്രീൻ ആണ്. രണ്ടാമത്തത് അമ്മു സ്വാമിനാഥൻ. മൂന്നാമത്തത് ദാക്ഷായിണി വേലായുധൻ. ഇതിൽ ആനി മാസ്ക്രീൻ ട്രാവൻകോറിനെയാണ് പ്രതിനിധീകരിച്ചത്. ബാക്കി അമ്മു സ്വാമിനാഥനും ദാക്ഷായിണി വേലായുധനും മലബാറിനെയാണ് പ്രതിനിധീകരിച്ചത്. അന്ന് മലബാർ മദ്രാസിന്റെ ഭാഗമായിരുന്ന പ്രൊവിൻസ് ആണ്. ഓക്കെ. ഇനി പനമ്പിള്ളി ഗോവിന്ദമേനോൻ, കൊച്ചിയെ പ്രതിനിധീകരിച്ച ഒരേ ഒരാളുണ്ടായിരുന്നുള്ളൂ. അത് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട ഒരാളാണ്, ഈ 17 മലയാളികളിൽ ഒരാള് യുണൈറ്റഡ് പ്രോവിൻസ്, നോർത്ത് ഇന്ത്യയിലെ യുണൈറ്റഡ് പ്രോവിൻസിൽ നിന്നുള്ള റെപ്രസെന്റ് ചെയ്തിരുന്ന വ്യക്തിയാണ്. ആ ഒരാളാണ് ഡോക്ടർ ജോൺ മത്തായി. നെഹ്റുവിന്റെ കീഴിൽ ഇന്റർറിം ഗവൺമെന്റ്, ഇടക്കാല ഗവൺമെന്റ് തുടങ്ങിയപ്പോൾ അതിൽ മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ ജോൺ മത്തായി, മലയാളിയായിട്ടുള്ള ജോൺ മത്തായി.
അപ്പോൾ ഇത്രയും പേരാണ് 17 പേരിലെ പ്രധാനികൾ എന്ന് പറയുന്നത്. ഇത്രയും പേരാണ്. 3 വനിതകൾ, അതേപോലെ കൊച്ചിയെ പ്രതിനിധീകരിച്ച പനമ്പള്ളി ഗോവിന്ദ മേനോൻ, അതേപോലെ യുണൈറ്റഡ് പ്രൊവിൻസ് കേരളത്തിലല്ലാത്ത ഒരു പ്രദേശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ ജോൺ മത്തായി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ്. ഓരോ വിഷയത്തിനും ഓരോ കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റികൾക്കെല്ലാം ഒരു പ്രധാന അധ്യക്ഷനുണ്ടാവും. ആ ഒരു 5 പ്രധാന കമ്മിറ്റികൾ ഉണ്ട് നമുക്ക്. ആ 5 പ്രധാന കമ്മിറ്റികൾ, അതായത് 5 പ്രിൻസിപ്പൽ കമ്മിറ്റീസ്, ആ 5 കമ്മിറ്റികളും അതിന്റെ അധ്യക്ഷൻ ആരാണെന്നും ഇത്രയും കാര്യങ്ങളോട് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിലെ ആദ്യത്തേത് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, രണ്ടാമത്തത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഈ 2 കമ്മിറ്റികളുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. ഇനി മൂന്നാമത്തത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആരാണ്? ഭീംറാവു അംബേദ്കർ ആണ്. ഇനി അടുത്തത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും. നേരത്തെ നമ്മൾ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരുന്നു. ഇത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും അതേപോലെ തന്നെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സും അതേപോലെ തന്നെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഈ രണ്ടിന്റെയും അധ്യക്ഷൻ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ പട്ടേലാണ് ഈ 2 കമ്മിറ്റികളുടെയും അധ്യക്ഷൻ. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട, അതായത് 5 പ്രധാനപ്പെട്ട കമ്മിറ്റികളും അവരുടെ ഈ അധ്യക്ഷനും 3 അധ്യക്ഷന്മാരും, ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നൊരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഇതോടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ള ടോപ്പിക്കിൽ എല്ലാ മെയിൻ കാര്യങ്ങളും എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങളും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിനെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ.